ഇസ്ലാമത വിമർശകരും നാസ്തികരുമെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം മഹദി ഐഷ ബീബിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിമർശനങ്ങളാണ് നടത്തുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ബാലവിവാഹം ചെയ്തു അഥവാ ശൈശവവിവാഹം ചെയ്തു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അത് കൊട്ടിഘോഷിക്കുന്നത്. എന്നാൽ എൻ്റെ പഠനത്തിൽ ബഹുമാനപ്പെട്ട മഹദി ഐഷ ബീബി ബദർ യുദ്ധത്തിലും അതോടൊപ്പം തന്നെ ഉഹദ് യുദ്ധത്തിലുമൊക്കെ പങ്കെടുത്ത മഹദിയായിരുന്നു. അതിനുശേഷം 18 വയസ്സിലായിരുന്നു അവിടുത്തെ മുഹമ്മദ് നബിയുമായിട്ടുള്ള കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം ആരംഭിച്ചത്. എന്നാലും നാസ്തികവാദികളും ഇസ്ലാമത വിമർശകരും ഇപ്പോഴും പറയുന്നത് 6-ാം വയസ്സിൽ ഐഷ ബീബിയുടെ വിവാഹം നടന്നു, 9-ാം വയസ്സിൽ നടന്നു എന്നൊക്കെയാണ്. ഇതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം നടന്നത് 6-ാം വയസ്സിലായിരുന്നു. അവർ വൈവാഹിക ജീവിതം ആരംഭിച്ചത് 9-ാം വയസ്സിലായിരുന്നു എന്നത് യുക്തിവാദികളും നാസ്തികരും അല്ല, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുള്ള എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ അത് നിഷേധിക്കേണ്ട യാതൊരു തെളിവുകളുമില്ല. 18 വയസ്സിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം നടന്നത് എന്ന ഒരു വാദം വളരെ പിൽക്കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ചില മുസ്ലിം പണ്ഡിതന്മാർ ഉന്നയിച്ചിട്ടുണ്ട്. ആ വാദം ചരിത്രപരമായോ വസ്തുതാപരമായോ യാതൊരു അടിത്തറയും ഇല്ലാത്തതാണ്. ആയിഷ ബീവി 9-ാം വയസ്സിലാണ് വൈവാഹിക ജീവിതം ആരംഭിച്ചത് എന്നത് ഒരു രൂപത്തിലും നമുക്ക് ആർക്കെങ്കിലും ഒരു മുസ്ലിമിന് ഒരു അപകർഷതാബോധം തോന്നേണ്ട കാര്യമേ അല്ല. ആയിഷ റളിയല്ലാഹു അൻഹ 9-ാം വയസ്സിലാണ് വിവാഹം ചെയ്തത് എന്നത് മോശമാണ് എന്ന് പറയുന്നവരോട് ഞാൻ ആദ്യം പറയാറുള്ളത്, എൻ്റെ വല്യമ്മാൻ്റെ വിവാഹം നടന്നത് 10-ാമത്തെ വയസ്സിലാണെന്ന്. ഇത് എൻ്റെ വല്യമ്മാൻ്റെ വിവാഹം നടന്നു, എൻ്റെ ഉമ്മാൻ്റെ വിവാഹം നടന്നു 10-ാമത്തെ വയസ്സിലാണ്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, അവരിൽ നിന്ന് എൻ്റെ ഉമ്മയുണ്ടായി, അതിൽ നിന്ന് ഞാനുണ്ടായി. അവർ വളരെ സംതൃപ്തമായ ദാമ്പത്യ ജീവിതം നയിച്ചിരുന്നു എന്നാണ് എൻ്റെ അറിവ്. മാത്രമല്ല, രണ്ടാമതായി ഇത്തരം വിമർശകരോട് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം, 19-ാം നൂറ്റാണ്ടിന് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുമായി വൈവാഹിക ജീവിതം ആരംഭിച്ച 9 വയസ്സിൽ എന്നതൊരു വിമർശനമായി ഇസ്ലാമിനെ വിമർശിച്ച ആരെങ്കിലും, ഇസ്ലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാലം കഴിഞ്ഞതിന് ശേഷം ക്രൈസ്തവ വിമർശകർ വിമർശിച്ചിട്ടുണ്ട്. അതേപോലെ ജൂതന്മാരായ വിമർശകർ വിമർശിച്ചിട്ടുണ്ട്. ഇസ്ലാം വിരുദ്ധരായ മറ്റു പലരും വിമർശിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിന് മുമ്പ് എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു വിമർശന ഗ്രന്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷയെ വിവാഹം ചെയ്തത് മോശമായി പോയി, ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് മുഹമ്മദ് നബി ചെയ്ത വളരെ വൃത്തികെട്ടൊരു പ്രവർത്തനമായി പോയി എന്ന് വിമർശിച്ചിട്ടുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണത്? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ലോകത്തെങ്ങും നിലനിന്നിരുന്നൊരു വൈവാഹിക രീതിയാണത്. അതിലൊരു പ്രശ്നവും ആർക്കും തോന്നിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത് വെറുതെ പിടിച്ചു പറിച്ചതല്ല. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സംതൃപ്തമായ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം അവർ നയിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു കുഴപ്പമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്ത അബൂബക്കറിന് കുഴപ്പമില്ല. അതിന് സമ്മതം കൊടുത്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവിന് കുഴപ്പമില്ല. ആ മക്കയിലെ മുശ്രിക്കുകൾക്കാർക്കും കുഴപ്പമില്ല. അത് മദീനയിലെ ജൂതന്മാർക്കാർക്കും കുഴപ്പമില്ല. 14 നൂറ്റാണ്ടുകളായി ജീവിച്ച ഇസ്ലാം വിമർശകരടക്കമുള്ള ആർക്കും കുഴപ്പമില്ല. പുതിയ കാലത്ത് നവനാസ്തികർക്ക് മാത്രമാണ് പ്രശ്നം. ഇനി കേരളത്തിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. കേരളത്തിലെ സമൂഹം, ഞാനെൻ്റെ വല്യമ്മാൻ്റെ ഉദാഹരണം പറഞ്ഞത് കേരളത്തിലൊരു സാമൂഹിക ഘടനയിൽ അത് സ്വാഭാവികമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. എക്കാലത്തുണ്ട്. ഇപ്പോൾ മാമൻ മാപ്പിള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വിവാഹം ചെയ്യുന്ന സമയത്ത് എത്രയായിരുന്നു പ്രായം? അവരെ ബാലികാ വിവാഹം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഗാന്ധിജി ഏത് പ്രായത്തിലാണ് വിവാഹം ചെയ്തത്?
ഇത് നാസ്തികരുടെ പിന്നെ വിമർശനം കേട്ടിട്ട് ഭയങ്കരമായി ഇസ്ലാം വിമർശനമായിട്ട് വരുന്ന ഹിന്ദുത്വവാദികളോട് ചോദിക്കാനുള്ള ശ്രീരാമൻ സീത വിവാഹം ചെയ്ത പ്രായം എത്രയാണ്? 6 വയസ്സാണ്. ഇനി വല്ലാതെ ക്രൈസ്തവ വിമർശകന്മാർ പറയുകയാണെങ്കിൽ ക്രൈസ്തവരോട് ചോദിക്കാനുള്ളത് ഇതേപോലെ തന്നെ. കന്യാമറിയം വിവാഹം ചെയ്യപ്പെട്ടത് ഏത് പ്രായത്തിലാണ്? 11 വയസ്സിലാണ്. ആ വിവാഹം ചെയ്ത സമയത്ത് യോസഫിന്റെ പ്രായം 82 വയസ്സാണ്. ഇത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട പിന്നെ കാത്തലിക് എൻസൈക്ലോപീഡിയ പറയുന്ന കാര്യമാണ്. പിന്നെ റബേക്കയെ ഇസാക്ക് വിവാഹം ചെയ്ത സമയത്ത്, അഥവാ അബ്രഹാമിന്റെ പുത്രനായ ഇസാക്ക് റബേക്കയെ വിവാഹം ചെയ്ത സമയത്ത് 3 വയസ്സായിരുന്നു പ്രായം എന്നാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബൈബിളിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. യഹൂദ റബ്ബിമാർ വളരെ കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന, ഓരോ കാലഘട്ടത്തിൽ നിലനിരുന്ന വൈവാഹിക സമ്പ്രദായങ്ങളാണ്. ഒരു വിവാഹത്തിൽ ആ വിവാഹത്തിന്റെ മാതൃക എന്നത് ആ വിവാഹത്തിലൂടെ രണ്ടുപേരും തൃപ്തരായിരുന്നോ എന്നാണ്. ഇതാണ് വിവാഹത്തിന്റെ മാതൃക. നമ്മൾ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നുന്ന പ്രശ്നമാണിത്. അത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇനിയും സ്റ്റാൻഡേർഡ് ചിലപ്പോൾ മാറാം. ഇപ്പോൾ നമ്മൾ 18 വയസ്സാണ് വിവാഹപ്രായം അല്ലെ പെൺകുട്ടികൾക്ക്. 21 ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 21 ആയി എന്ന് വിചാരിക്കുക. കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ട് 18 വയസ്സായ ആളുകളെ, വിവാഹം ചെയ്ത ആളുകളെ കുറിച്ചെല്ലാം ബാലവിവാഹം, ബാലികാ വിവാഹം എന്നിട്ട് കാര്യമുണ്ടോ? ഈ അമേരിക്കയിൽ ചില സ്റ്റേറ്റുകളിൽ 14 വയസ്സാണ് വിവാഹപ്രായം. 16 വയസ്സ് വിവാഹപ്രായമുള്ള സ്റ്റേറ്റുകളുണ്ട്. പാരൻസിന്റെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ അതിനു മുമ്പ് വിവാഹം ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന സ്റ്റേറ്റുകളുണ്ട്. അവിടെല്ലാം ബാലികാ വിവാഹമാണ് നടക്കുന്നത്. അല്ല, ഇവിടെ എന്താന്ന് വെച്ചാൽ ഒരു പ്രവാചകനും ആയിഷയും റളിയല്ലാഹു അൻഹും തമ്മിലുള്ള വിവാഹത്തിന്റെ സവിശേഷത അത് ലോകത്തുള്ള എല്ലാ വിവാഹങ്ങൾക്കും മാതൃകയാണ്. പ്രായത്തിന്റെ കാര്യത്തിലല്ല, പ്രായം കാലത്തിനനുസരിച്ച് മാറും. അവിടെ അവർ രണ്ടുപേരും തൃപ്തമായ വൈവാഹിക ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അതാണ് അതിലെ മാതൃക. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ദാമ്പത്യത്തെക്കുറിച്ച് അവർ നിവേദനം ചെയ്യുന്ന ഹദീസുകൾ, അത് നിവേദനം ചെയ്തത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് 30-40 കൊല്ലം കഴിഞ്ഞിട്ടാ. 2000-ലധികം ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ. ആ ഹദീസുകൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അത് അറബി ഭാഷ അറിയുന്നവർക്കറിയാം. ഹദീസുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉപയോഗിച്ച പദങ്ങൾക്കുള്ളിൽ നിന്ന് ആ തേനെങ്ങനെ, സ്നേഹത്തിന്റെ തേനെങ്ങനെ നിർഗളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ്, തൻ്റെ ഇണ മരിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞും അവരുടെ വൈവാഹിക ബന്ധത്തിൻ്റെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ തേനൂറുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സംതൃപ്തിയുടെ ലക്ഷണമാണത്. സംതൃപ്തമായ കുടുംബജീവിതം അവർ നയിച്ചു. അതാണ് മാതൃക. ആ മാതൃകയെ തകർക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരാൾക്ക് പോലും തൃപ്ത ജീവിതം നൽകാൻ കഴിയാതെ പരാജയപ്പെടുന്ന സുഹൃത്തുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ വിമർശനത്തിനുള്ള ഉത്തരം.